കോഴിക്കോട് സിറ്റിയിലെ പല സ്റ്റേഷൻ പരിധികളിൽ നിന്നും ബൈക്ക് മോഷ്ടിച്ചിട്ട് സ്ത്രീകളുടെ മാല പൊട്ടിച്ച് കടന്നു പറയുന്ന രണ്ടുപേരെ പന്നിക്കര പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒന്നാം പ്രതിയായിട്ടുള്ള നിവാസ് അലിയാണ് ഇന്ന് രാവിലെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ കഴിഞ്ഞ 19-ാം തീയതിയാണ് വി കെ കൃഷ്ണ റോഡിലൂടെ കടന്നുകൊണ്ടിരുന്ന ഒരു സ്ത്രീയുടെ മാല, 1 പവൻ തൂക്കം വരുന്ന മാല പൊട്ടിച്ചിട്ട് നിവാസ് അലി എന്ന ആള് മോഷണം ചെയ്തെടുത്തത്. നമ്മൾ CCTV ബേസ് ചെയ്തിട്ട് അന്വേഷണം നടത്തിയതിൽ നിന്ന് മനസ്സിലായത് ഇയാൾ തന്നെ കസബ സ്റ്റേഷൻ പരിധിയിലെ ചാലപ്പുറം എന്ന സ്ഥലത്ത് ഒരു ജ്വല്ലറി ഷോപ്പ് ഉടമയുടെ കടയുടെ മുമ്പിൽ നിർത്തിയിരുന്ന ബൈക്ക് മോഷണം ചെയ്തെടുത്തിട്ടാണ് ഈ മാല മോഷണം നടത്തിയെന്ന് അന്വേഷണത്തിൽ മനസ്സിലായി. പ്രതിയെക്കുറിച്ച് അന്വേഷിച്ചതിൽ ഇത് സമാന രീതിയിൽ തന്നെ നേരത്തെ പന്നിയങ്കര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു റെയിൽവേ പാളത്തിന് സമീപമുള്ള ഒരു സ്ത്രീയുടെ 3 പവൻ മാല പൊട്ടിച്ച കേസിലും ഇയാൾ പ്രതിയാണെന്ന് മനസ്സിലായി. നിരവധി കേസുകൾ ഇയാൾക്കെതിരെ ഉണ്ട്. MDMA പോലെ മറ്റു മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടും ആർഭാട ജീവിതം നയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രതി ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ളതായിട്ടാണ് അന്വേഷണത്തിൽ മനസ്സിലാവുന്നത്. കസബ സ്റ്റേഷൻ പരിധിയിലുള്ള ചാലപ്പുറം എന്ന സ്ഥലത്ത് ഒരു സ്ത്രീയുടെ മാല പൊട്ടിക്കുന്നതിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളെന്നാണ് പ്രതിയെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്. ഒന്നാം പ്രതിയെ ഈ കേസിൽ മോഷണം നടത്തിയ മാല വിൽക്കുന്നതിനും സഹായിച്ചിട്ടുള്ളതിന് പ്രതിയുടെ സുഹൃത്തായിട്ടുള്ള ബാഷിൽ എന്ന് പറയുന്ന ആളെയും ഈ കേസിലേക്ക് വേണ്ടിയിട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മാല മോഷണം നടത്തിയതിനു ശേഷം ഈ വിറ്റ കാശുമായിട്ട് ബാംഗ്ലൂരും ഗോവ, ഡൽഹി ഈ സ്ഥലങ്ങളിൽ, അന്യ സംസ്ഥാനങ്ങളിലൊക്കെ ആഡംബര ജീവിതം നയിക്കുമായിരുന്നു ഈ പ്രതി, ഒന്നാം പ്രതി. ബാംഗ്ലൂരിലും പോയിട്ട് മാല മോഷണം നടത്തിയതിന് ഒരു കേസ് ബാംഗ്ലൂർ പോലീസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിനൊരു ജാമ്യം എടുത്തിട്ടാണ് മടങ്ങി വരുന്ന വഴിയിലാണ് ഈ 19-ാം തീയതി ബൈക്ക് മോഷണം നടത്തി മാല മോഷിച്ചിട്ടുള്ളത്. പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി.